നമസ്കാരം. ഇന്നസെൻറ്റ് പേര് അനർത്ഥമാക്കുന്നത് പോലെ നിഷ്കളങ്കമായ തമാശകളിലൂടെയും സരസമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയുമൊക്കെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ. ഒരു അഭിനേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം. ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. അതുപോലെ ദീർഘകാലം ഏതാണ്ട് 16 വർഷത്തോളം അമ്മയെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുന്നോട്ട് നയിച്ച ഒരു നല്ല ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ഇന്നസെൻറ്റ്. ഈ മാർച്ച് 26 അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ്. നമ്മളെ ഒരുപാട് തനതായ ശൈലിയിലൂടെ, തനതായ ആംഗ്യഭാഷകളിലൂടെ, പ്രത്യേക ശരീര ചലനങ്ങളിലൂടെ, തൃശ്ശൂർ ഭാഷയിലൂടെ ഒക്കെ നമ്മളെ ഇരിങ്ങാലക്കുടക്കാരനായി നിന്നുകൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. നല്ലൊരു ആക്ടറാണ്. 1948 ഫെബ്രുവരി 28 തെക്കേത്തല വറീദിൻ്റെയും മാർഗലീത്തയുടെയും 8 മക്കളിൽ 5ാമനായിട്ട് ഇന്നസെൻറ്റ് ജനിക്കുന്നത്. നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിലൂടെ, ഇന്നച്ചൻ കഥകളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല ഒരു ബിസിനസ് ഫാമിലിയായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തീപ്പെട്ടി കമ്പനിയുടെ ഉടമയായിരുന്നു. അതുപോലെ നല്ല ഒരു ഫാമിലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഒരു ഡോക്ടറാണ്, അനിയൻ വക്കീലാണ്, മറ്റുള്ളവരൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാരായിരുന്നു. പക്ഷേ കുട്ടി ഇന്നസെൻറ്റ് വളരെ ഇതിനൊന്നും പഠിത്തത്തോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് ഒരേ ക്ലാസ്സിൽ തന്നെ പല വർഷങ്ങളിലിരുന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ പറ്റി അദ്ദേഹം തന്നെ സരസമായിട്ട് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ISROയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു അത്രേ. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ ജയിച്ച് 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇന്നസെൻറ്റിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അത്രേ, നീ ഒരു കാരണവശാലും എൻ്റെ അനിയനെ അടുത്തിരുത്തുകയോ അവനോട് സംസാരിക്കുകയോ ചെയ്യരുത്. എൻ്റെ ഒരേ ഒരു വിഷമം അവനും നിൻ്റെ കൂടി ചീത്തയായി പോകുമോ എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത്രേ അദ്ദേഹം 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോയത്. അതങ്ങനെ ആവില്ല. ഇന്നസെൻറ്റ് തോറ്റു, മറ്റയാൾ ജയിച്ചു പോയി, അനിയൻ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അതിനെ ഒരു നർമ്മ പ്രധാനമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കാലത്ത് പഠിച്ചിരുന്നു. അവരൊക്കെ 5ഉം 6ഉം ഒക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം 8ാം ക്ലാസ് വരെ എത്തി. 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്കൂളിൽ പോകുന്നതിനേക്കാളും ഒരു പക്ഷേ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാമ്പ് കളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുമായിരുന്നു. സ്കൂൾ നാടകങ്ങളിൽ അദ്ദേഹം നല്ല പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാസ്യനടനായിട്ടും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിലും രസിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രത്യേകമായിട്ടുള്ളൊരു വൈദഗ്ധ്യമുള്ള മനുഷ്യനായിരുന്നു. പിന്നീട് അദ്ദേഹം വളർന്നു വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഓർമ്മിക്കുന്ന ഒരു കഥയുണ്ട്. ഇന്നത്തെ മാതാപിതാക്കൾ എങ്ങനെ ആയിരിക്കരുത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞു പോയ ഒരു കഥയാണ്. അദ്ദേഹം പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹം തോറ്റിട്ടുണ്ട്, പല വിഷയങ്ങൾക്കും അദ്ദേഹം തോറ്റു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ മടിയാണ്. അച്ഛനോട് പറയുന്നതിനേക്കാളും മടി ജ്യേഷ്ഠന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് സ്കൂളിൽ പാസ്സാകുന്നവരാണ്. അവരൊക്കെ തന്നെയും ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾക്ക് തോറ്റത്, നിന്നെപ്പോലൊരു മണ്ടൻ നീ പഠിക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ താത്തുകയും അവർ വഴക്ക് പറയുകയും ചെയ്യുമെന്ന് പേടിച്ച് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഉറങ്ങിയിട്ട് ആ പ്രോഗ്രസ് കാർഡ് എടുത്തുകൊണ്ട് പോയി അപ്പനെ കൊണ്ട് ആരും അറിയിക്കാതെ ഒപ്പിടിക്കാമെന്ന് വിചാരിച്ച് ആ പ്രോഗ്രസ് കാർഡ് എടുക്കുന്ന സമയത്ത് ആ പ്രോഗ്രസ് കാർഡിൽ അച്ഛൻ ഓൾറെഡി ഒപ്പുവച്ചിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അതായത് എൻ്റെ എല്ലാ മക്കളും ഒരേപോലെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമില്ലായിരുന്നു. അവൻ പഠിത്തത്തിൽ കുറച്ച് പുറകിലാണ്, പക്ഷേ അവൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടതില്ല. അവൻ്റെ കഴിവുകളെയും അവൻ്റെ കഴിവില്ലായ്മയും ഞാൻ അംഗീകരിക്കുന്ന ഒരു അച്ഛനായിട്ട്, എല്ലാത്തിലും അവൻ ഒന്നാമനാവണമെന്ന് വാശി പിടിക്കാത്ത ഒരു അച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ വറീദ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ശരിയാണല്ലോ, ഇന്നത്തെ മാതാപിതാക്കൾ തൻ്റെ മക്കൾ ഒന്നാമനാവണമെന്ന് വാശി പിടിക്കുന്ന സമയത്ത് അങ്ങനെയും ഒരു അച്ഛന്മാർ പണ്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് അദ്ദേഹം വലിയ നിലയിലെത്തുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ ബിസിനസ്, ചെറിയ സ്റ്റേഷനറി കടയൊക്കെ ഇട്ടു. ആ സ്റ്റേഷനറി കട ഇടുന്ന സമയത്ത് വലിയ കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ
വീട്ടിലേക്ക് ചെറിയ വരുമാനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു കഥയുണ്ട്. അവിടെ വരുന്നൊരു പെൺകുട്ടി, ഏതോ ഒരു പെൺകുട്ടി അവിടെ വന്നു, കാണാൻ സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഏതോ ഒരു പെർഫ്യൂം ചോദിച്ചു. ആ പെർഫ്യൂം അദ്ദേഹം കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന പോലെയൊക്കെ ഒന്ന് കുറച്ച് നേരം അവിടെ തപ്പിയിട്ട് പറഞ്ഞു, ആ സാധനം ഞാൻ വന്ന് തീർന്നുപോയി, 2 ദിവസം കൊണ്ട് ഞാൻ തരാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം കട അടച്ചിട്ട് തൃശ്ശൂർ മൊത്തം പോയി തപ്പി ഈ പെർഫ്യൂം മേടിച്ചുകൊണ്ട് വന്ന് ആ കുട്ടിക്ക് കൊടുത്തു അത്രേ. അപ്പോൾ അടുത്ത ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ അച്ഛനോട് പറയണം, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ, മകൻ ഷട്ടറൊക്കെ അടച്ചിട്ട് കട വരെ അടച്ചിട്ട് ഒരു പെർഫ്യൂമൊക്കെ വാങ്ങിക്കാൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന നല്ലൊരു ബിസിനസ്സുകാരൻ, അവൻ നന്നാവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ കഥകളും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബിസിനസ്സുകളൊക്കെ എന്തായാലും അദ്ദേഹം പൊട്ടി. അങ്ങനെ കർണാടകയിൽ പോയി ദാവണഗരയിൽ പോയിട്ടൊരു തീപ്പെട്ടി കമ്പനി തുടങ്ങി, അതും പൊട്ടി. അങ്ങനെ സിനിമ എന്നുള്ള, അപ്പം പള്ളിയിലച്ചന്മാരാണെങ്കിലും അദ്ദേഹത്തിന് നാടകം കണ്ടിട്ട് നല്ലൊരു ആക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ്. അപ്പോൾ ചെന്നൈയിൽ വണ്ടി കയറി ഒരുപാട് കാലം അദ്ദേഹം അവിടെ അന്വേഷിച്ചു. വീട്ടിലേക്ക് കത്തയക്കുമ്പോൾ അവിടെ വർക്കില്ല, ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ പൈസ അടച്ച് കൊടുക്കുകയല്ല, തിരിച്ച് നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്നു പേടിച്ചിട്ട് അദ്ദേഹം അതും ചെയ്യാതെ കുറച്ച് നാൾ അവിടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ നൃത്തശാല എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒറ്റ സീനിലേ ഉള്ളൂ, ഒന്നോ രണ്ടോ സീനിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതും ഒരേ സിനിമയിൽ തന്നെ 2 വേഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പത്രപ്രവർത്തകനായിട്ട് ഒരു 2 ഡയലോഗൊക്കെ ഉള്ള ഒരു സീനിലാണ് നൃത്തശാല എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ. പിന്നീട് പല സിനിമകൾ ചെയ്തു. പിന്നെയുള്ളതൊക്കെ ചരിത്രം തന്നെയാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ചു. പ്രത്യേകിച്ച് കേളി എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുള്ള, വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഇന്നസെൻ്റ് തുടങ്ങുന്നത്. വില്ലൻ കഥാപാത്രം ചെയ്ത കേളിയിൽ ശരിക്കും സ്ത്രീലമ്പടനായിട്ട് നമുക്ക് ദേഷ്യം തോന്നുന്ന, ഇയാളെ തല്ലിക്കൊന്നാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കട നടത്തുന്ന, പിന്നെ ജയറാമിൻ്റെ ഓപ്പോസിറ്റ് കട നടത്തുന്ന, എല്ലാ രീതിയിലും കാലില്ലാത്ത അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള വില്ലനായിട്ടാണ് അദ്ദേഹം കേളിയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ വേഷങ്ങളുണ്ട്. ഇപ്പോൾ ദേവാസുരത്തിലെ വാര്യർ അദ്ദേഹം ഒരുപാട് തിരക്കുള്ള സമയത്താണ് ആ സിനിമയിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പം ആ സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം ഈ വാര്യർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരക്കിനിടയ്ക്കിലും അഭിനയിച്ചൊരു സിനിമയായിരുന്നു വാര്യർ. അപ്പോൾ അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. ആ പെർഫോമൻസിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിൽ വന്ന രാവണപ്രഭുവിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ വളരെ പ്രായമായിട്ടുള്ള, അവിടെ ഇവിടെയുമൊക്കെ തൻ്റെ താടിയും മുടിയുമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു പടുവൃദ്ധനായിട്ടുള്ള വാര്യരായിട്ടാണ്. അതിൻ്റെ ഓരോ സീക്വൻസുകളും നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ഇമോഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ശാസനയാണെങ്കിലും, സ്നേഹമാണെങ്കിലും, നീലകണ്ഠനോടുള്ള ആത്മാർത്ഥതയാണെങ്കിലും ഒക്കെ തുളുമ്പി നിൽക്കുന്ന കാരണവരായിട്ടുള്ള കഥാപാത്രം. അതുപോലെ വേഷത്തിലെ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം എത്ര രസമായിട്ടാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് ഇമോഷൻസ് ചെയ്തിട്ടുള്ളത്. അവർ തമ്മിലുള്ള കോമ്പിനേഷൻസ്, അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം, അങ്ങനെ ഒരുപാട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ ഒരു ഹാസ്യ കഥാപാത്രം അല്ലെങ്കിൽ ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മിഥുനത്തിലെ ജ്യേഷ്ഠൻ, അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും കൊളരായ്മ കാരണം പറഞ്ഞു വിട്ടിട്ടുള്ള, എന്നാൽ അവിടുത്തെ ആൾക്കാർ ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് ഇങ്ങനെ കൈകെട്ടിക്കൊണ്ട് പ്രത്യേക രീതിയിൽ നിന്നുകൊണ്ട് നീ പോടാന്നൊക്കെ പറഞ്ഞ് തല്ലുകയും ഒക്കെ ചെയ്ത് എന്നും മോഹൻലാലിന് തലവേദന മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠൻ. ആ കഥാപാത്രങ്ങൾ ഇപ്പോൾ കല്യാണരാമൻ്റെ അകത്ത് നമ്മുടെ ജിംനാസ്റ്റി, അപ്പോൾ മിസ്റ്റർ പോഞ്ഞിക്കര. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പം തന്നെ ഈ കഥാപാത്രങ്ങളൊന്നും വലിയ കഥാപാത്രങ്ങളായി അദ്ദേഹത്തിലേക്ക് കിട്ടിയതല്ല. അതൊക്കെ പോഞ്ഞിക്കരെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ടുമൊക്കെ ആ കഥാപാത്രത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് അടിച്ച് ഏൽപ്പിച്ച സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങളൊക്കെ. അതുപോലെ വിയറ്റ്നാം കോളനിയിലെ കെ ജോസഫ്, ഈ ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് കെ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഊർന്നു വീഴുന്ന ഇന്നസെൻറ്റിനെ നമുക്ക് ചിരിയോടെ അല്ലാതെ കണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് ചിരികൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം ഒന്ന് ആലോചിക്കുക.
ആ പിന്നെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം, അതിനുശേഷം മിണ്ടാതെ ഉരിയാടാതെ ഈ നൂല് അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടണം എന്ന് പറയുമ്പോൾ ഉള്ള KPSC ലളിതയുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എടുത്തു പറയുമ്പോൾ ഇപ്പോൾ സത്യനന്ദിക്കാടാണെങ്കിലും പ്രിയദർശനൊക്കെയാണ് എടുത്തു പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ചന്ദ്രലേഖയിലെ കഥാപാത്രമാണ്. ആ സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത് ചന്ദ്ര ബോധം വന്ന് ഒരുപാട് നാൾ കോമയിൽ കിടന്നതിന് ശേഷം ബോധം വന്ന് തിരിച്ചെഴുന്നേൽക്കുന്ന ആ സമയത്ത് മോഹൻലാൽ ഒരു കള്ളനാണ് എന്ന് അവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു വശത്ത് ആ മോഹൻലാലിനെ കൊണ്ടുവന്നത് ഈ വീട്ടിലെ ഏറ്റവും നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ്, വെറുതെ ക്യാമറ വെച്ച് കൊടുത്തുകൊണ്ട് ഇതാണ് സിറ്റുവേഷൻ താൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ചിരിയും മറുഭാഗത്ത് പിന്നെ പേടിയും ഒക്കെ കലർന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ എക്സ്പ്രഷൻസ്, അത് സത്യനന്ദിക്കാടിനെ പോലുള്ള ഡയറക്ടേഴ്സ് പറയുന്ന ലോക സിനിമയിൽ തന്നെ ഒരു പക്ഷേ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത്ര മനോഹരമായിട്ട് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കിലുക്കത്തിലെ കിട്ടുണ്ണിയേട്ടൻ ഇത്രയും പൊട്ടനായിട്ടുള്ള, ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള, ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളിയെ അത്രയും കാലം അടക്കി വെച്ചിരുന്ന എല്ലാ ദേഷ്യവും പുറത്തേക്ക് തള്ളിക്കൊണ്ട് അയാൾ തെറി പറഞ്ഞുകൊണ്ട് പോവുകയും പിന്നീട് അങ്ങനെ ഒരു സംഭവം ലോട്ടറി അടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് കയറി വരുന്ന ഇന്നസെൻറ്റിൻ്റെ കിട്ടുണ്ണിയുടെ മുഖവും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാട് സിനിമകളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ആത്മബന്ധത്തെ ഇൻസ്പയർ ആയിക്കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ശരിക്കും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അച്ഛനും ആ മകനും തമ്മിലുള്ള ആ ബന്ധം, അത് ഇന്നസെൻറ്റും അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ആ ബന്ധത്തിനെ കണ്ടുകൊണ്ട് സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടെ എഴുതി തുടങ്ങിയ ഒരു കഥയാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മനസ്സിനാക്കുരയിലെ ചാക്കോ മാപ്പിളയാണ്. ഇവിടെ മധുബാല നിന്നിട്ട് വർജനത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാത്രം ഒരാളായിട്ടും ഒരു കാണി മാത്രം ഇരുന്നു കൊണ്ട് ഗാന്ധിജി കണ്ട സ്വപ്നം മദ്യമില്ലാത്ത ഗിനാശ്ശേരിയാണ്, അതാണോ ഗാന്ധിജി കണ്ട സ്വപ്നം എന്ന് ചോദിക്കുന്ന ചാക്കോ മാപ്പിള. ആ സിനിമയിൽ തന്നെ ജയറാമും ചാക്കോ മാപ്പിളയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷനാണ്. അങ്ങനെ അച്ഛനായിട്ടും വില്ലനായിട്ടും രസികനായ കൊമേഡിയനായിട്ടുമൊക്കെ നമ്മൾ ഒരുപാട് കാലം ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും മിമിക്രി ലോകത്ത് ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇന്നസെൻറ്റ്. ദിലീപിനെ പോലെ പിന്നീട് സൂപ്പർ സ്റ്റാറായി മാറിയിട്ടുള്ള ആക്ടേഴ്സൊക്കെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടാണ് സ്റ്റേജിലാണെങ്കിലും സിനിമയിലേക്കാണെങ്കിലും കടന്നു വന്നതെന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അംഗചലനങ്ങളും ശരീരഭാഷയും സംസാര രീതിയും എക്സ്പ്രഷൻസുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തതയായിരുന്നു. അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുകയും അത് അനുകരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒരുപാട്, എനിക്കൊന്ന് ദിലീപ് മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ ഇന്നസെൻറ്റിനെ അനുകരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു എന്നുള്ളതും കൂടെ വളരെ രസകരമായിട്ടുള്ള ഈ കഥയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വാർഡ് കൗൺസിലറായിട്ട് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം കോൺഗ്രസ്സിലേക്കാണ് വന്നത്. അച്ഛൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, പക്ഷേ അദ്ദേഹം ഒന്ന് ഫേമസ് ആവണം, എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ആളാവണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് കൗൺസിലറാവുന്നത്. അതിനുശേഷം അതൊക്കെ വിട്ടു. പിന്നീട് കുറച്ച് നാൾ പുള്ളി RSPയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് RSPയിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പം ഞാൻ പ്രസിഡൻ്റ് ആയല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലം പ്രസിഡൻ്റ് ആകുന്ന. ലൈഫിലും ഇങ്ങനത്തെ ഒരുപാട് കോമഡികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സരസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ചാലക്കുടിയിൽ നിന്നുകൊണ്ട് മെമ്പർ ഓഫ് പാർലമെൻ്റായിട്ട് MP ആയിട്ട് അദ്ദേഹം
തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ 5 വർഷം അദ്ദേഹം ഡൽഹിയിൽ പോയി. അപ്പം ഡൽഹിയിൽ പോയി അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്നതും ഇംഗ്ലീഷ് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ രസികമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ 5 വർഷ കാലത്തോളം ഒരു MP എന്നുള്ള രീതിയിൽ ആ മണ്ഡലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നതെങ്കിൽ കൂടിയും CPIMൻ്റെ ഒരു സഹകരണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അങ്ങനെയുള്ളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പം അതിനുശേഷം ഈ സമയത്തൊക്കെയും അതിനു മുമ്പും അദ്ദേഹം ഏതാണ്ട് 16 വർഷത്തോളം കാലം അമ്മ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരോടും ഒരു പ്രശ്നവും കൂടാതെ ഒരു ഈഗോയും കൂടാതെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് സരസമായിട്ട് സംസാരിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തിച്ചുകൊണ്ട് എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവരെയൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്നിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് അമ്മയിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്, മാക്ട പിരിഞ്ഞ് FEFCA ആയി മാറുന്നത്, അപ്പോഴുള്ള നിലപാടുകൾ, അന്നുണ്ടാകുന്ന ആക്ടേഴ്സിൻ്റെ ചില സിനിമകളിൽ അഭിനയിക്കാൻ പാടില്ലാനുള്ള നിർദ്ദേശം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും മാധ്യമങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തും വളരെ സൗമ്യനായി നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അമ്മയിൽ ഒരുപാട് സ്റ്റേജ് ഷോകൾ നടത്തുകയും അമ്മയിലേക്ക് പൈസകൾ സമാഹരിക്കുകയും അത് അമ്മയിൽ അംഗമായിരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ അത്ര നിരാലംബരായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പിന്നീട് ഒരു നീണ്ട കാലഘട്ടം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഒരു ക്യാൻസർ രോഗബാധിതനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതനാളുകൾ കുറേ നാളുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും അതിനെ വളരെ സരസമായി കണ്ടുകൊണ്ട് ഭയങ്കര രസികം ഇവരുടെയൊക്കെ ഭാഷയിൽ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, ഇങ്ങനെ ബയോപ്സി എടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്തും അതിനുള്ള റിസൾട്ട് കിട്ടുന്ന സമയത്തും അദ്ദേഹം ഏതൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീണ്ട ഡയലോഗുകൾ ഉള്ള ഒരു വലിയ കഥാപാത്രമായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിന് ബയോപ്സി കഴിഞ്ഞു, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വീട്ടിൽ നിന്ന് ഭാര്യയും അമ്മയും മകനുമൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അവസാനം ഡോക്ടർ ഗംഗാധരനെ വിളിക്കുമ്പോൾ താൻ അടുത്ത ദിവസം ഇങ്ങോട്ട് വരേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രശ്നമാണ്, ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒരു ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ആ സമയത്താണ് ഇന്നത്തേക്ക് ഷൂട്ട് തീരേണ്ട സിനിമയുടെ ഒരു വലിയ ഡയലോഗുകൾ, ഒരു 2-3 പേജ് ഡയലോഗുകൾ കൊടുത്തിട്ട് ഇതിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ വരുന്നത്. അവർക്കതറിയില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള, ഞാനൊരു ക്യാൻസർ രോഗബാധിതനാണ്, ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ്, എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തും ഏതോ ഒരു ഉൾപ്രേരണയിൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഇന്നസെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്യാൻസർ രോഗബാധിതനാണെന്ന് അറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് അതിനു മുമ്പ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, നിങ്ങളാരും എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടോ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലോ വരരുത്, നിങ്ങൾ ചിരിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ മുഖത്ത് നോക്കേണ്ടത്, എൻ്റെ മുഖത്തൊരു ചായ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിരിച്ചുകൊണ്ടാവണം എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഞാനൊരു ക്യാൻസർ രോഗബാധിതനാണ് എന്നുള്ള ബോധ്യത്തിൽ അവരോട് പെരുമാറാതെ വളരെ സരസനായിട്ട് വളരെ ലളിതമായിട്ട് ആ കാലഘട്ടത്തെ അദ്ദേഹം അതിജീവിച്ചു. ചികിത്സ ചെയ്തു. ആ ചികിത്സ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡോക്ടർ VP ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഗംഗാധരൻ അറിയാം, നമുക്ക് ഏറ്റവും വലിയ ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് അദ്ദേഹം കഴിഞ്ഞു പോയത്. ആ കാലഘട്ടത്തിലെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നർമ്മത്തിൽ പൊതിഞ്ഞ ചിത്രമാണ്. ക്യാൻസർ വാർഡിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്, പ്രാർത്ഥിക്കാൻ വരുന്നത്, അവർ ഇന്നസെൻ്റ് മരിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ടുള്ള അവരുടെ ചിന്തകളിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ രസികമായിട്ട് വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. പക്ഷേ എവിടെയോ ഒരിക്കൽ അദ്ദേഹം കരഞ്ഞു. അത് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നുള്ള ബോധ്യത്തിലല്ല. ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ കഴിഞ്ഞു, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസിൻ്റെ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ആലീസ് പോലും അറിയാതെ
അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹം ഒരിക്കലും കരയുകയോ പരിതപിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്ന നിമിഷം അദ്ദേഹം ആരും അറിയാതെ പൊട്ടിക്കരയുന്ന ഒരു ഇന്നസെൻ്റ് അവിടെയുണ്ട്. അപ്പോൾ എവിടേക്കോ അഭിനയിക്കുന്ന കാലഘട്ടത്തിലും 2-3 മാസം ധൈര്യസമേതം ലീവ് എടുത്തുകൊണ്ട് ഭാര്യയുടെയും മകൻ്റെയും കൂടെ കൊച്ചുമക്കളുടെ കൂടെയൊക്കെ താമസിക്കുന്ന കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരു ഇന്നസെൻ്റ്, ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഇന്നസെൻ്റ്, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലെങ്കിൽ അമ്മയിലെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഇന്നസെൻ്റ്, അതിനോടൊപ്പം ഏറ്റവും മികച്ച നടനായിക്കൊണ്ട് ഇപ്പോൾ വിനോദയാത്രയിലെ അഭിനയത്തിനൊക്കെ അദ്ദേഹത്തിന് ബെസ്റ്റ് കോമഡിയനായിട്ടും സഹനടനായിട്ടൊക്കെയുള്ള ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ഓരോ സിനിമയിലും ഒരേ അംഗചലനമാണെങ്കിലും ഒരേ ഭാഷയാണെങ്കിലും ഒക്കെ കൂടി നമ്മളെയൊക്കെ ഒരിക്കൽ പോലും മടുപ്പിക്കാതെ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്ന, നമ്മളെ രസിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു നല്ല വ്യക്തിത്വം, ഒരു നല്ല നടൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയ ദിവസമാണ് അടുത്ത മാർച്ച് 26. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. നമസ്കാരം.